ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ഒരു മോര് കറി, പിന്നെ കാച്ചിലും ചെമ്പും കൂടെ മെഴുക്ക് പുരട്ടി, പിന്നെ ഒരു ഓംലെറ്റ്. ഇതാണ് ഇന്ന് ഞങ്ങളുടെ ഉച്ചഭക്ഷണം. ഇന്ന് മീനൊന്നും മേടിച്ചില്ല. ചോറ്, പുളിശ്ശേരി അതായത് മോര് കറി, മാങ്ങ ഉപ്പിലിട്ടത്, മെഴുക്ക് പുരട്ടി, പിന്നെ ഓംലെറ്റ്. കഴിച്ചോട്ടെ. അടിപൊളി ചോറും കാച്ചിലും ചേമ്പും മെഴുക്ക് പുരട്ടി. മലക്കറി കടന്ന് മേടിച്ച് കഴിച്ചാട്ട്. മാങ്ങ, ഒരു ഓംലെറ്റ്, പുളിശ്ശേരി. ഇതാണ് നമ്മൾ ഉച്ചത്തെ ചാപ്പാട് കേട്ടാ. കഴിച്ചു. ഇന്നിപ്പോൾ എനിക്കിനി ഫംഗ്ഷനുണ്ട്, 2 ഫംഗ്ഷനുണ്ട്, അതിന് പോകണം കേട്ടോ അച്ഛാ. അതുകൊണ്ട് അച്ഛൻ കഴിച്ചിട്ട് ഇപ്പോൾ 12:15 ഞാനും കഴിച്ചിട്ട്. ആദ്യത്തേത് പരവൂര് ഗവൺമെൻറ് LP സ്കൂളിലാണ്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് അവിടുത്തെ പരിപാടി. 2 മണിക്ക് പരവൂര്. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് 3:30 4 മണിക്ക് പട്ടത്താനം, കൊല്ലത്തില്ലേ, കൊല്ലം പട്ടത്താനത്തെ സ്കൂളിൽ 4 മണിക്ക് ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ 2 എണ്ണം ഉണ്ട്. 4 മണിക്ക് പട്ടത്താനത്ത് പോകും കേട്ടോ. ഞാൻ പോയിട്ട് വരട്ടെ. ഓ സാറേ, ഇത് നല്ലപോലെ കഴിക്കണം കേട്ടോ. ഈ ഓംലെറ്റ് എടുക്ക്. ഇത് നല്ലതായിട്ട് കഴിക്കണം. ഇനി എനിക്ക് റെഡി ആവണം. അച്ഛൻ കഴിക്കുക കേട്ടോ. ഇതെല്ലായിടത്തും കഴിക്കണേ. എനിക്കിന്ന് ഞാൻ പറ്റിയൊക്കെ സെറ്റ് ആവട്ടെ. ഇതാണ്, ഇതെടുത്ത് കഴിക്കുക കേട്ടോ. ഈ മാങ്ങയൊക്കെ എടുക്ക്, ഈ മെഴുക്ക് പുരട്ടി എടുക്ക്. ആ, അത് നല്ല മാങ്ങയാണ്. പഴുത്ത മാങ്ങയുണ്ട്, നല്ല രുചിയുള്ളേ. ഇത് വിളഞ്ഞ മാങ്ങ കേട്ടോ. കഴിക്കുക കേട്ടോ. ഓക്കെ, അച്ഛൻ കഴിച്ചോളൂ. ഞാൻ റെഡി ആവട്ടെ. പോയി റെഡി ആവട്ടെ. ചോ RC, ഞാൻ പോയി റെഡി ആവാം കഴിക്കുമ്പോഴേ. ഓക്കെ ഓക്കെ. അപ്പം ഞാനിപ്പോൾ റെഡി ആകുമ്പോൾ എനിക്ക് പോകുന്ന സമയമായി. അപ്പോഴത്തേക്ക് അച്ഛൻ കഴിച്ചു കഴിയും. മനസ്സിലായി. ഞാൻ പലവിടെ പോയിട്ട് കേട്ടോ. ഓക്കെ, വൈകിട്ടുണ്ട്. ഞാൻ വൈകിട്ടുണ്ട്. ബൈ ബൈ. അമ്പലത്തിന്റെ ആദ്യ പരിപാടി ഗവൺമെൻറ് LPS കൂനിയിൽ പരവൂരായിരുന്നു. ഞാനൊരു 2:30 മണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്തണമെന്ന് പറഞ്ഞു. ഞാനൊരു 2:15 ആയപ്പോഴത്തേക്ക് അവിടെ സ്കൂളിലേക്ക് എത്തി. എൻ്റെ നാട്ടിലുള്ള ഒരു സുഹൃത്തോടെ ഉണ്ട്, സഞ്ജു. അവനും മോനും കൂടെയാണ് എന്നെ കാണാൻ വേണ്ടി എത്തിയത്. അവൻ്റെ കെയർ ഓഫിനാണ് ഈ സ്കൂളിലേക്ക് ഞാൻ വരുന്നത്. സഞ്ജുവിൻ്റെ സഹോദരി ഇവിടുത്തെ PT അംഗമാണ്. അങ്ങനെ പരവൂർ ടൗണിൽ തന്നെയാണ്, പാരിപ്പള്ളിക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു സ്കൂള്. ഒരു കൊച്ചു മെഡിക്കൽ തന്നെ പരിചയപ്പെട്ടു. അവളുടെ അടുത്ത് ചോദിച്ചു, അങ്കിള് TV-യിലൊക്കെ പരിപാടി ചെയ്യുന്ന ആളാണ്. ഞാൻ ഒരു മോളെ എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര സന്തോഷമായി. അങ്ങനെ പിന്നെ കുറേ സുഹൃത്തുക്കൾ നമുക്കവിടെ ഉണ്ട്. കാരണം ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്റ്റേജ് ഷോയൊക്കെ പ്രോഗ്രാം ചെയ്യുന്നത് പരവൂരൊക്കെ മേഖലയിലാണ്. അപ്പം അങ്ങനെ ആ സ്കൂളിലേക്ക് എത്തി. ഇന്നൊരു 3-4 ഉദ്ഘാടനങ്ങൾ അവിടെ ഉണ്ട്. വീണ്ടും ആ കൊച്ചു മണിക്ക് കുറേ കുട്ടികളുമായിട്ട് വീണ്ടും വന്ന് പിന്നെ സ്റ്റാഫ് റൂമിലെത്തി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഈ ഒരു പ്രോഗ്രാം ഈ സ്കൂളിൻ്റെ 151ാമത് വാർഷികത്തോടനുബന്ധിച്ചിട്ടുള്ള പ്രോഗ്രാമാണ്. വർണ്ണക്കൂടാരം, അതിൻ്റെ ഉദ്ഘാടനം ബഹുമാന്യായ DPC രതീഷ് സാറായിരുന്നു. അതുപോലെ തന്നെ ഈ മഹനീയമായ ചടങ്ങിൽ സാമൂഹിക പ്രവർത്തക ധന്യ രാമൻ മേഡം ഉണ്ടായിരുന്നു. പിന്നെ മിഴിവ് 2026 എന്ന കലോത്സവത്തിൻ്റെ ഉദ്ഘാടനമായിരുന്നു ഞാൻ ചെയ്യേണ്ടത്. ഉദ്ഘാടനങ്ങൾക്കെല്ലാം ശേഷം അവിടെ
വിവിധ കലാപരിപാടികളൊക്കെ ഉണ്ട്. ഇതിന് ശേഷം വേറെയും പ്രോഗ്രാംസൊക്കെ ഒരു 3-4 സെക്ഷനായിട്ടുള്ള ഉദ്ഘാടനം ഉണ്ടായിരുന്നു. സ്കൂളിൻ്റെ ക്ലാസ് മുറികളും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു ഓഡിയൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം 2 വാക്ക് സംസാരിക്കുകയുണ്ടായി. ഇവിടുന്ന് എനിക്ക് അടുത്ത പ്രോഗ്രാം സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ തന്നെ ഒരു 3:30 ആയി. 4 മണിയോട് കൂടി പട്ടത്താനത്ത് എത്തണമെന്നാണ് അവിടുത്തെ സ്കൂൾ ഭാരവാഹികൾ പറഞ്ഞത്. പിന്നെ കുറച്ച് സമയം അവിടുത്തെ ഓഡിയൻസിനെ കൊണ്ട് ഉൾപ്പെടുത്തി. ഈ ചേച്ചിയുടെ ഒരു ബന്ധു ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, ഒരു റിലേഷൻ്റെ മകൻ. അങ്ങനെ അവരുമായിട്ടൊക്കെ ചേർന്ന് കുറച്ച് മിമിക്രിയൊക്കെ ചെയ്തു, ഓഡിയൻസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും. നല്ല സന്തോഷമുണ്ട്, അവർക്കെല്ലാം ഹാപ്പിയായി. അപ്പം അതിനുശേഷം നേരെ അടുത്തതായി ഇനിയൊരു വർണ്ണ കൂടാരത്തിൻ്റെ ഉദ്ഘാടനമാണ്. അത് ബഹുമാന്യ രതീഷ് സാറാണ് നിർവഹിച്ചത്. ഇത് വെട്ടിക്കൊലയുള്ളതാണ്. എൻ്റെ സുഹൃത്തുക്കൾ സഞ്ജുവും ഭാര്യയും മോനും ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് പരിചയക്കാരുണ്ട്. നമ്മുടെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ പരിചയപ്പെട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരെല്ലാം കണ്ടു. പിന്നെ PTA ഭാരവാഹികളോടൊപ്പം ഒരു ഫോട്ടോയൊക്കെ എടുത്തു. ആ സമയമാകുമ്പോഴത്തേക്കും വർണ്ണക്കൂടാരത്തിൻ്റെ ഉദ്ഘാടനം അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ അവിടെ പോയി അതിനും ജോയിൻ ചെയ്തു. പിന്നീട് അവിടുത്തെ ഒരു ക്ലാസ് റൂമിൻ്റെ ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു. നല്ല രസമാണ്. ഗവൺമെൻറ് സ്കൂളാണെങ്കിലും എല്ലാം നല്ല സൂപ്പറായിട്ടാണ് അവർ സൂക്ഷിച്ചിരിക്കുന്നത്. ക്ലാസ് റൂമൊക്കെ അടിപൊളിയാണ്. പടങ്ങളും നല്ല ആനയുടെയൊക്കെ ഒരു ശില്പമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. പിന്നീട് PT ഭാരവാഹികളോടൊക്കെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയും കൂടെ എടുത്തു. തിരിച്ചിനി നേരെ പോകണം. 4 മണിയോട് കൂടി അവിടെ എത്തുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ നടക്കില്ല, 4:30 ആവും. നേരെ നമ്മുടെ ഗവൺമെൻറ് സ്കൂൾ കൂരിൽ പരവൂർ അവിടെ നിന്നും ഇറങ്ങി അവരോട് യാത്ര പറഞ്ഞതിന് ശേഷം, ഇതാണ് സഞ്ജു, എൻ്റെ സുഹൃത്താണ്, വെട്ടിക്കൊലയുള്ളയാണ്. അവസാനം ഒരു ഫോട്ടോ കൂടെ എടുത്തു. ഇനി നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഏകദേശം ഒരു 4:30 കൂടിയാണ് ഞാൻ ഗവൺമെൻറ് SNDP സ്കൂൾ പട്ടത്താണ്. ഇതും വളരെ മനോഹരമായ വലിയൊരു സ്കൂളാണ് കേട്ടോ. ഗവൺമെൻറ് സ്കൂളാണ്, പക്ഷേ നല്ല സെറ്റപ്പായിട്ടുള്ള സ്കൂൾ തന്നെയാണ്. ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വേദിയിൽ ബഹുമാന്യനായ അലക്സാണ്ടർ ജേക്കബ് IPS മുൻ DGP അദ്ദേഹത്തോടൊപ്പം ഒരു വേദി പങ്കിടാനുള്ള ഭാഗ്യമുണ്ടായി. അദ്ദേഹത്തിൻ്റെ കുറേ ഇൻ്റർവ്യൂസും TV-യിലെ പ്രോഗ്രാമൊക്കെ അഭിമുഖങ്ങളൊക്കെ കാണാറുണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ മനോഹരമായ പ്രസംഗമാണ്. ആ ഒരു പ്രസംഗം കേൾക്കാനും എനിക്കൊരു ഭാഗ്യമുണ്ടായി. അപ്പം അല്പസമയം സാറുമായിട്ടൊക്കെ സംസാരിച്ചു. 4:30 കൂടി നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ഗവൺമെൻറ് SNDP UP സ്കൂൾ, ഈ സ്കൂളിൻ്റെ 81ാമത് വാർഷികമാണ്. സ്പന്ദനം 2K26 എന്ന പേരിൽ ഇവിടെ ഇന്ന് അരങ്ങേറുന്നത്. ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ വിളിച്ചത് PTA പ്രസിഡൻറ്റും എൻ്റെ പ്രിയ സുഹൃത്തുമായ ബൈജു പട്ടത്താനത്തുകാരനാണ്. ബൈജുവാണ് എന്നെ ഒരു പ്രോഗ്രാമിന് വേണ്ടി വിളിച്ചത്. പക്ഷേ ഒരു അല്പസമയം ഞാൻ ലേറ്റായിപ്പോയി. കാരണം ആദ്യത്തെ പ്രോഗ്രാം സമയത്ത് കുറച്ച് ഡിലേ വന്നതുകൊണ്ട് ഇവിടെ പറഞ്ഞതിനൊക്കെ ഒരു അരമണിക്കൂർ ലേറ്റായി. ഒന്നും കുഴപ്പമില്ല, ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളുടെ മനോഹരമായ പാട്ടും ഈശ്വര പ്രാർത്ഥനയോടൊക്കെ കൂടി ഈ 2K26 സ്പന്ദനം 2K26 എന്ന പ്രോഗ്രാം സമാരംഭിച്ചു. എല്ലാവർക്കും നമ്മളെ സ്വീകരിച്ചുകൊണ്ട് പോയപ്പം ഒരു പൂവിൻ്റെ കൂടെ ഒരു സ്കൂളിൻ്റെ ഒരു മനോഹരമായ ഒരു കലണ്ടറും കൂടെയാണ് അവർ നമുക്ക് ഗിഫ്റ്റായിട്ട് തന്നത്. അതിനുശേഷം ഉദ്ഘാടനം ആരംഭിച്ചു. ബഹുമാനായ അലക്സാണ്ടർ ജേക്കബ് സർ IPS അദ്ദേഹം നിലവിളക്ക് കത്തിച്ച് ഈ ഒരു മഹനീയമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ഇത് പട്ടത്താനം ടൗണിൽ തന്നെയാണ് ഈ ഒരു സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ഉദ്ഘാടനത്തിന് ശേഷം പ്രിയ അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ വളരെ മനോഹരമായൊരു സ്പീച്ച് ഉണ്ടായിരുന്നു. സാധാരണ ഞാൻ TV-യിലും അതുപോലെ തന്നെ മൊബൈലിലുമൊക്കെയാണ് സാറിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഈ സ്കൂളിലെ പ്രോഗ്രാമിനോടനുബന്ധിച്ച് സാറിൻ്റെ പ്രഭാഷണം ലൈവായി കേൾക്കുവാനൊരു ഭാഗ്യമുണ്ടായി. അതിനുശേഷം ഞാനും പ്രസംഗിക്കുകയുണ്ടായി. കാരണം സമയം ഒരുപാട് വൈകിപ്പോയി. കാരണം ഇതിനൊക്കെ ശേഷം കുട്ടികളുടെയൊക്കെ ഒരുപാട് കലാപരിപാടികളുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ രക്ഷിതാക്കളും ഇതേപോലെല്ലാം കാത്തിരിക്കുന്നത് അവരുടെ സ്കൂളിലെ അവരുടെ കുട്ടികളുടെ കലാപരിപാടികളൊക്കെ കാണാൻ വേണ്ടിയാണ്.
അതുകൊണ്ട് 2 വാക്കിൽ തന്നെ ഞാൻ സംസാരം ഒതുക്കി. പിന്നെ മിമിക്രി കാണിക്കാമെന്ന് പറഞ്ഞ് ലാസ്റ്റ് ഒരു 5 മിനിറ്റ് മിമിക്രി കാണിക്കാമെന്ന് വെച്ചു. അതിന് മുമ്പ് അവിടുത്തെ PTA ഭാരവാഹികൾക്കൊക്കെയുള്ള സർട്ടിഫിക്കറ്റ്സും അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റും ഒക്കെ കൊടുത്തു. അപ്പം ടീച്ചർമാരൊക്കെ വന്ന് ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ ഇതിന് ശേഷമാണ് ഞാനൊരു ചെറിയൊരു മിമിക്രി കാണിക്കുകയുണ്ടായി. അപ്പം എൻ്റെ കൂടെ സപ്പോർട്ടിന് വന്നത് സ്കൂളിലെ ടീച്ചർമാരായിരുന്നു. ഞാൻ ഒരാളെയാണ് വിളിച്ചത്, പക്ഷേ 2 പേരാണ് കൂടെ കയറി വന്നത്. വളരെ മനോഹരമായി അവരും പെർഫോം ചെയ്തു. വളരെ നല്ല ഓഡിയൻസ് ആയിരുന്നു. അങ്ങനെ വളരെ മനോഹരമായ രീതിയിൽ സ്പന്ദനം 2K26 എന്നൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. അതിനുശേഷം കുട്ടികൾക്കുള്ള അവാർഡ് വിതരണവും നൽകി. പ്രോഗ്രാം 7 മണിയോട് കൂടിയൊക്കെയാണ് ബാക്കിയുള്ള പരിപാടി ആരംഭിക്കുന്നത്. അതിനു ശേഷം ഓഫീസ് റൂമിലെത്തി അവരുടെ ബുക്കിലൊരു 2 വാക്ക് കുറിക്കണമെന്ന് പറഞ്ഞു. ആ സ്കൂളിനെ കുറിച്ചും ആ പ്രോഗ്രാമിനെ കുറിച്ചും 2 വാക്ക് കുറിച്ചു. തൊട്ടപ്പുറത്ത് നമ്മുടെ പ്രിയപ്പെട്ട അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ കൈയക്ഷരമാണ്. അദ്ദേഹം ഒരു നോട്ട് കുറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെയുള്ള സ്റ്റാഫുകളുടെ കൂടെ 2 ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ഇന്നത്തെ 2ാമത്തെ പരിപാടിയും കഴിഞ്ഞു. എനിക്ക് വളരെ സന്തോഷം. എന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വിളിച്ചത് എൻ്റെ പ്രിയ സുഹൃത്തും PTA പ്രസിഡൻറ്റുമായ എൻ്റെ സുഹൃത്ത് ബൈജു ആണ്. അപ്പോൾ ബൈജു, എല്ലാവിധ ആശംസകളും. താങ്ക് യു.